യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ, വൈദിക സെമിനാരി അധ്യാപകൻ, അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ്. വിഷയം ശിശുസ്നാനം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ഓർത്തഡോക്സ് സഭയുടെ മാമോദീസായെ സംബന്ധിച്ചുള്ള ഒരു ലഘു പഠനമാണ്. മാമോദീസ എന്ന് പറയുന്നത് സഭയിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ, അംഗത്വം നൽകുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു കൂദാശയാണ്. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവ സഭ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. യഹൂദന്മാരുടെ ഇടയിൽ സാധാരണ ശുദ്ധീകരണത്തിന് പലതരത്തിലുള്ള സ്നാനം നിലവിലിരുന്നു. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം, 14-ാം അധ്യായം 9-ാം വാക്യം, ഈ വാക്യങ്ങളിലൊക്കെ പുറജാതികൾ യഹൂദ സഭയിലേക്ക് ചേരുമ്പോൾ സ്നാനമേൽക്കുന്നതിനെ സംബന്ധിച്ച്, ശുദ്ധീകരണം പ്രാപിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നു. യഹൂദ മതത്തിൻ്റെ അവാന്തര വിഭാഗമായ എസീന്യരുടെ അല്ലെങ്കിൽ കുമ്രാൻ സമൂഹത്തിൻ്റെ ഇടയിലും സ്നാനം ഒരു പ്രധാന കർമ്മമായി പരിഗണിക്കപ്പെട്ടു. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹം സ്നാനം കഴിപ്പിച്ചതായി പുതിയ നിയമത്തിൽ നമുക്ക് തെളിവ് ഉണ്ട്. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തരത്തിൻ്റെ സ്നാനമാണെങ്കിൽ, യേശുക്രിസ്തു സ്ഥാപിച്ച സ്നാനം വെള്ളത്തിൽ നിന്നും ആത്മാവിനുള്ളതാണ്. മിശിഹായുടെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം അതിലൂടെ സാധിക്കുന്നു, അത് ആവർത്തിക്കുന്നതല്ല. യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമാണ് ക്രിസ്തീയ മാമോദീസ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് ഉദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യം. പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധ സഭയിൽ മാമോദീസ സാർവത്രികമായി അനുഷ്ഠിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികളിൽ ഇതിനെ സംബന്ധിച്ച് ധാരാളം തെളിവുകൾ നമുക്ക് ലഭിക്കുന്നു. 2-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, 8-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 16-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലൊക്കെ സ്നാനത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി മാമോദീസായിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വീണ്ടും ജനനമാണ്. നമ്മുടെ കർത്താവ് നിക്കോദീമോസുമായുള്ള സംഭാഷണത്തിൽ ഒരു വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു. വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും എന്നുള്ളതിന് മൂലഭാഷയിൽ ഉയരത്തിൽ നിന്ന് എന്നും തർജ്ജമ ചെയ്യുവാനായിട്ട് സാധിക്കും. വീണ്ടും ജനനം മാമോദീസ മുഖാന്തരമല്ല സംഭവിക്കുന്നത്. സുവിശേഷം കേട്ട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് ചിലർ പഠിപ്പിക്കുന്നു. എന്നാൽ വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കുക എന്നുള്ളത് ഒരു കർമ്മമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് നൽകിയിരിക്കുന്നത്. മൂലഭാഷയിൽ എക്സ് ഹുഡാറ്റോസ് കൈ ന്യൂമാറ്റോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു കർമ്മമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. 2 കർമ്മമായിരുന്നുവെങ്കിൽ എക്സ് ഹുഡാറ്റോസ് കൈ എക്സ് ന്യൂമാറ്റോസ് എന്ന് പറയണമായിരുന്നു. അതുകൊണ്ട് വെള്ളത്താലും ആത്മാവിലും വീണ്ടും ജനിക്കുക എന്നുള്ളത് ഒരു കർമ്മമായി മാമോദീസായിലൂടെ വീണ്ടും ജനനം നടക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു എന്ന് നാം വായിക്കുന്നു. സ്നാനജലത്തിൽ ദൈവാത്മാവ് വ്യാപരിക്കുന്നതിനാൽ പുതിയ സൃഷ്ടിയും സാധ്യതമാകുന്നു. രണ്ടാമതായി മാമോദീസായിൽ ലഭിക്കുന്ന കൃപ പാപമോചനമാണ്. നിങ്ങൾ ഓരോരുത്തരും അനുതപിച്ച് മനം തിരിഞ്ഞ് പാപമോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക.
അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ തൻ്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസ് 3 അധ്യായം 21 വാക്യം. അങ്ങനെ പാപമോചനം പ്രാപിക്കുവാൻ പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നാം വായിക്കുന്നു. മാമോദീസായിൽ പാപത്തിന് വിധേയനായ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി മരിച്ച് സംസ്കരിക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 6 അധ്യായം 4 വാക്യം. മൂന്നാമതായി മാമോദീസായിലൂടെ ക്രിസ്തുവിനോടും അവൻ്റെ ശരീരമായ സഭയോടും ഉള്ള ഏകീകരണമാണ് സംഭവിക്കുന്നത്. യഹൂദനെന്നോ വിജാതീയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ നാം എല്ലാവരും സ്നാനം മൂലം ഏക ശരീരമായി തീരുന്നു. കൊരിന്ത്യർ 1 ലേഖനം 12 അധ്യായം 13 വാക്യം. അങ്ങനെ ക്രിസ്തുവിനോട് നാം ഐക്യപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഐക്യത്തിൽ നാം എല്ലാവരും ഒന്നായിത്തീരുന്നു. ആദാമിനോടുള്ള ഐക്യത്തിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൽ എല്ലാവരും ജീവിക്കപ്പെടും. 1 കൊരിന്ത്യർ 15 അധ്യായം 22 വാക്യം. അങ്ങനെ പാപം മുഖേന നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി സംസ്കരിക്കപ്പെടുക മാത്രമല്ല, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിൽ യേശു ക്രിസ്തുവിനോടുകൂടി ഉയർക്കപ്പെടുകയും ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 2 അധ്യായം 12 വാക്യം. ഇങ്ങനെ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൽ സഭയുടെ ഐക്യത്തെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വീക്ഷിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 47 വാക്യം. നാലാമതായി മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. പാപമോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 38 വാക്യം. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മദാനം മാമോദീസായുടെ സന്ദർഭത്തിലും അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ കൈവെക്കുമ്പോഴും ലഭിച്ചതായി നാം വായിക്കുന്നുണ്ട്. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം 6 വാക്യം. അങ്ങനെ മാമോദീസായിലൂടെ പാപമോചനവും വീണ്ടും ജനനവും സഭയോടുള്ള ഐക്യവും പരിശുദ്ധാത്മ ദാനവും നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി ഈ മാമോദീസായ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള പേരുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒന്നാമതായി പ്രകാശത്തിൻ്റെ കൂദാശ എന്ന് ഇതറിയപ്പെടുന്നു. എബ്രായ ലേഖനം 6 അധ്യായം 4 വാക്യത്തിൽ ഇപ്രകാരം: ഒരിക്കൽ നിങ്ങൾ പ്രകാശനം ലഭിച്ചിട്ട്, ഈ പ്രകാശനം മാമോദീസായി ഏറ്റിട്ടുള്ളവരെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിമുക്തരായി പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് മാമോദീസ മൂലമാണ്. അജ്ഞാനത്തിൻ്റെയും പാപത്തിൻ്റെയും അന്ധകാരം ദൂരീകരിച്ച് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ പ്രകാശം പ്രാപിക്കുന്നത് ഈ കൂദാശയിലൂടെ ആയതുകൊണ്ട് ഇത് പ്രകാശത്തിൻ്റെ കൂദാശ എന്ന് പ്രത്യേകമായി ഓർക്കപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ തിരിച്ചറിയുവാൻ ഇവൻ്റെ ആന്തരിക നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് മാമോദീസായുടെ കൂദാശയിൽ പ്രത്യേകം നാം പ്രാർത്ഥിക്കുന്നു. ഇത് പുതുജനനത്തിൻ്റെ കൂദാശയായി അറിയപ്പെടുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഈ പുതിയ സൃഷ്ടി സാധ്യതമാകുന്നത് മാമോദീസായിലൂടെയാണ്. മൂന്നാമതായി ഇത് മുദ്രകുത്തലിൻ്റെ കൂദാശ എന്ന് അറിയപ്പെടുന്നു. മുദ്ര അർത്ഥമാക്കുന്നത് ഉടമസ്ഥതയാണ്. നാം ആരുടെ വകയാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നു. മാമോദീസായുടെ ഊഷ്മായാൽ മുദ്രയിടപ്പെട്ടവർ എന്നാണ് ക്രൈസ്തവ ജനതയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുദ്ര സംരക്ഷണത്തിൻ്റെ അടയാളവുമാണ്. അങ്ങനെ കാവലനും ജീവമുദ്ര പ്രാപിപ്പാനും അടുത്തു വന്നിരിക്കുന്ന ഈ ദാസനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മാമോദീസായുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ കൂദാശ എന്നറിയപ്പെടുന്നു. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. മിശിഹാ തമ്പുരാനെ, നിന്നിലും പരിശുദ്ധ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവർ കൂടി ദൈവികമായി നീ ഫലമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് ഈ കൂദാശ സ്വീകരിക്കുന്നത്. അഞ്ചാമതായി ഇത് പഴയ നിയമ പുറപ്പാടിൻ്റെ ഒരു പൂർത്തീകരണമാണ്.
ഇസ്രായേൽ ജനം ഫറവോൻ്റെ അടിമസ്ഥം ഉപേക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ പ്രയാണം ചെയ്തതുപോലെ സാത്താൻ്റെ ആധിപത്യം ഉപേക്ഷിച്ച് മാമോദീസായിലൂടെ സ്വർഗീയ കനാനിലേക്ക് പ്രയാണം ആരംഭിക്കുകയാണ്. ചെങ്കടൽ കടക്കുന്നതിനെ സ്നാനത്തിൻ്റെ മുൻകുറിയായി പരിശുദ്ധനായ പൗലോസ്ലീഹ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ മോശയുടെ അനുയായികളെന്ന നിലയിൽ മേഘത്തിലും കടലിലും അവർക്കുണ്ടായ അനുഭവം ഒരു സ്നാനത്തിൻ്റെ മുൻകുറിയായി അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ജീവൻ്റെ പ്രകാശനത്തിലേക്ക് മാമോദീസായിലൂടെ നാം പ്രവേശിക്കുന്നു. അടുത്തതായി ഈ മാമോദീസ ആർക്കാണ് നൽകുന്നത് എന്ന് പരിശോധിക്കാം. ആദിമസഭയിൽ പ്രായപൂർത്തിയായി വിശ്വസിച്ച് സഭയിലേക്ക് പ്രവേശിക്കുന്നവരാണ് മാമോദീസ സ്വീകരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയായവർക്ക് മാത്രമേ മാമോദീസ നൽകുവാൻ സാധ്യതയുള്ളൂ, പാടുള്ളൂ എന്ന് ശഠിക്കുന്ന അനേകം ആളുകളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 8 മുതൽ 20 വരെയുള്ള ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പുരാതന കയ്യെഴുത്ത് പ്രതികളിലൊന്നും കാണുന്നില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന വേദപുസ്തകത്തിലും ആ ഭാഗം ബ്രാക്കറ്റിലിട്ടിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം അത് പുരാതന രേഖകളിൽ ഉള്ളതല്ല, പിൽക്കാലങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടതാണ്. വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിച്ചാൽ തന്നെയും അവിടെ പറയുന്ന മറ്റ് പല കാര്യങ്ങൾ, കഠിനമായ വിഷമുള്ള പാമ്പുകളെ പിടിക്കുമെന്നും വിഷം കഴിച്ചാലും അവർക്കൊന്നും ഏശുകയില്ല എന്നും ഒക്കെ പറയുന്നത് വിശ്വാസ സ്നാനക്കാർക്ക് ഒരിക്കലും പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതല്ലല്ലോ. അപ്പോൾ ഈ ഒരു വാക്യം മാത്രം ആധാരമാക്കിക്കൊണ്ട് ആദിമസഭയിൽ നിലവിലിരുന്ന ഒരു വിശ്വാസത്തെ പാടെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വേദപുസ്തകത്തിലെ ഉപദേശങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആദിമസഭയുടെ ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം വേദപുസ്തകത്തിൽ അതേപടി കാണണമെന്ന് ശഠിക്കുന്നത് ശരിയല്ല. വാക്കിനാലും ലേഖനത്താലും ശ്ലീഹന്മാർ പഠിപ്പിച്ചിട്ടുള്ള 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-ാം വാക്യം, ശ്ലീഹന്മാരിൽ നിന്ന് വിശ്വാസികൾ കണ്ടും കേട്ടുമായ അനേകം കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കണ്ടും കേട്ടും ആദിമസഭയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് മാമോദീസ എന്നുള്ളത്. ആദിമ നൂറ്റാണ്ടിൽ പ്രായപൂർത്തിയായവരെയാണ് മാമോദീസ മുക്കിയെങ്കിലും അവരുടെ 2-ാം തലമുറയെ ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവവിശ്വാസത്തിൽ വീണ്ടും ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യം പരിശുദ്ധ സഭയിൽ നിലനിന്നിരുന്നു. പുരാതന ശവക്കല്ലറുകളിലുള്ള ലിഖിതങ്ങളിലൊക്കെ വളരെ പ്രധാനമായ ഈ സത്യം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 3-ാം ശതാബ്ദത്തിൽ മാമോദീസായിട്ട് മരിച്ച ഒരു ശിശുവിൻ്റെ കല്ലറയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസികളിൽ നിന്നുള്ള വിശ്വാസിയായ സോസിമോസ് എന്ന ഞാൻ 2 വയസ്സും 1 മാസവും 25 ദിവസവും പ്രായമായി ഇവിടെ വിശ്രമിക്കുന്നു. അതായത് ഏതാണ്ട് 200-ാം ആണ്ടിനോടടുത്തുള്ളൊരു ശിലാലിഖിതമാണ്. അത് സൂചിപ്പിക്കുന്നത് ശിശുക്കൾ ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധനായ പോളികർപ്പോസ് തൻ്റെ പീഡകരോട് പറയുന്നു, 86 വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു, ഇതുവരെയും അവനൊരു ദോഷവും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അർത്ഥം ജനനം മുതൽ പോളികർപ്പോസ് ദൈവത്തെ സേവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ശിശുക്കൾ ചിന്തിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഉള്ള കഴിവില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ സ്നാനം അവർക്ക് നടത്തുവാൻ പാടില്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഞാൻ ഗർഭപാത്രത്തിന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് പറയുന്നു. ഇതെന്നൊക്കെ സൂചിപ്പിക്കുന്നത് ശിശുക്കൾക്കും ആത്മാവിനെ പ്രാപിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ള സൂചനയാണ്. സ്വന്തമായി വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ വിശ്വാസം കൊണ്ട്
രക്ഷപ്പെടുന്ന അനേകം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ട് അവനെ സൗഖ്യമാക്കും. ശതാധിപൻ്റെ വിശ്വാസം കണ്ട് ഭൃത്യൻ സുഖപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപസ്മാര രോഗിയെ ആയ മകൻ്റെ രോഗം പിതാവിൻ്റെ വിശ്വാസത്താലും പ്രാർത്ഥനയാലും സുഖപ്പെടുന്നതായി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇവിടെയെല്ലാം മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗഖ്യം പ്രാപിച്ചവരെ സൗഖ്യം നൽകിയ സംഭവങ്ങളാണ് ഇവിടെ കൂടെയും കാണുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, ശിശുക്കൾക്ക് ലോകപ്രകാരം വിശ്വാസം ഏറ്റുപറയുവാനുള്ള കഴിവില്ല എങ്കിലും ദൈവകൃപ പ്രാപിക്കുവാനുള്ള കഴിവ് അവർക്കുണ്ട്. അവർ മാതാപിതാക്കളുടെ മധ്യസ്ഥതയിൽ ദൈവകൃപയിൽ വളരുന്നു എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ ആദിമസഭയിലെ അംഗങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ഭാഗങ്ങളിലൊക്കെ ഭാര്യമാരെയും മക്കളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത്, ബാലന്മാരെയും നിങ്ങൾ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ എന്ന് ഉള്ള ആഹ്വാനമൊക്കെ സൂചിപ്പിക്കുന്നത് ശിശുക്കളും സഭയിലെ അംഗങ്ങളായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ ആദിമസഭയിൽ ഈ പല കുടുംബങ്ങളും ഒന്നടങ്കം മാമോദീസ മുങ്ങിയതായി അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നു. കാരാഗ്രഹ പ്രമാണിയും അവനോടുകൂടെയുള്ള കുടുംബം ഒന്നടങ്കം സ്നാനമേറ്റതായി അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 33-34 വാക്യത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ ലൂദിയ എന്ന സ്ത്രീയും കുടുംബവും സ്നാനമേറ്റതിനെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. സ്തേഫാനോസും കുടുംബവും സ്നാനമേറ്റതിനെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 16-ാം വാക്യത്തിലും പള്ളിപ്രമാണിയായ ക്രിസ്പോസ് സകല കുടുംബത്തോടും കൂടി സ്നാനമേറ്റതിനെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 8-ാം വാക്യത്തിലും നാം വായിക്കുന്നു. ഈ കുടുംബങ്ങളിലൊക്കെ ശിശുക്കളില്ല എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ആയതുകൊണ്ട് ആദിമസഭ സ്നാനം ശിശുക്കൾക്കും നൽകിയിരുന്നു എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. 2-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിരുന്ന അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ എന്ന പുസ്തകത്തിൽ മാമോദീസായെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത ശിശുക്കളെ സംബന്ധിച്ചും ചില സൂചനകളുണ്ട്. മാമോദീസ മുങ്ങുന്നവരെ സംബന്ധിച്ച് പറയുന്ന, കോഴി കൂവുന്ന സമയത്ത് വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥനകൾ നടത്തപ്പെടട്ടെ. ആദ്യം കൊച്ചു കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കണം. തങ്ങൾക്ക് വേണ്ടി തന്നെ അവർ വിശ്വാസം പറയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രായമുള്ളവർ അവർക്ക് വേണ്ടി ഏറ്റുപറയട്ടെ. അതിനുശേഷം പ്രായമുള്ളവരെയും മാമോദീസ മുക്കണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ 2-3 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ കൂടെ നാം വായിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആദിമസഭയിൽ ശിശുക്കളെ മാമോദീസ മുക്കിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. ദൈവകൃപ, പരിശുദ്ധാത്മാദാനം മനുഷ്യരിന്മേൽ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കളിലും, പത്രോസിൻ്റെ വസ്ത്രത്തിലും അതുപോലെ തന്നെ അവൻ്റെ നിഴലിൽ പോലും ദൈവാത്മാവ് ആവസിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലും അതുപോലെ തന്നെ വേദപുസ്തക പല ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവ് ബോധപൂർവമായ നമ്മുടെ അംഗീകാരം ഇല്ലാതെ തന്നെ ദൈവകൃപ സമൃദ്ധിയായി ലഭിക്കുന്ന പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൗകികമായി നമ്മുടെ അനുവാദം കൂടാതെ ഈ ലോകത്തേക്ക് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അനുവാദം കൂടാതെ തന്നെ ആത്മീയമായും ജനിപ്പിക്കുന്നതിന് മാതാപിതാക്കൾക്ക് അധികാരമുണ്ട്. ഒരു ശിശുവിനെ പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക, പല്ല് പറിക്കുക, ഇതൊക്കെ ശിശുസഹജമായ കാലഘട്ടത്തിൽ ഒട്ടും സമ്മതമോ ഇഷ്ടമോ ഇല്ലാതെ നടത്തുന്നത്. അപ്രകാരമൊക്കെ ചെയ്തു വന്നാൽ ഭാവിയിൽ അത് നല്ലതാണ് എന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ നിലയിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ സന്തോഷത്തിലേക്ക് സ്നാനം മൂലം ശിശുക്കളെയും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സഭയുടെ കടമയാണ്. ബുദ്ധിപരമായി 10-20 വയസ്സ് പ്രായമായി ഏറ്റുപറയുന്നതിന് മുമ്പ് തന്നെ ദൈവകൃപയിലാണ് അവർ വളരേണ്ടത്. അതിനുള്ള സാധ്യതകൾ പരിശുദ്ധ സഭ അവർക്ക് നൽകുന്നു. പടിപടിയായി ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് സഭയിലൂടെ അവർക്ക് സാധിക്കുന്നത്. ആയതുകൊണ്ട്
പ്രായമായവർ സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതിർന്ന സ്നാനവും, വിശ്വാസികളായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ സ്നാനമേറ്റ് സഭയിൽ വളരുന്ന പാരമ്പര്യം സഭയിലുണ്ട്. ആ പാരമ്പര്യം വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ ശരിയായ ഒന്നാണ്. 2-ാം നൂറ്റാണ്ട് മുതലുള്ള തെളിവുകൾ അതിനെ സാധൂകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ, വീണ്ടും ജനിക്കുന്നതിനുള്ള കഴിവ് ശിശുക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ദൈവകൃപയിൽ വളർത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ സഭയുടെ കൂദാശകളെക്കുറിച്ച് വിപുലമായി കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനായിട്ട് ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.